ഹലോ എവ്രി വൺ, എല്ലാ പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പ്രേക്ഷകർ ആരാണ്, പ്രേക്ഷകരുടെ പേഴ്സണാലിറ്റി ആരാണ്. ഈ ടോപ്പിക് വരാൻ കാരണം പലപ്പോഴും പല ആൾക്കാരുടെ അവരുടെ ഭാവനയിലുള്ള നിങ്ങൾ അവരെന്ത് പറയുന്നു അതായി മാറും പ്രേക്ഷകർ, റൈറ്റ്? സോ ചില സമയത്ത് പ്രേക്ഷകരുടെ ആക്ച്വൽ പേഴ്സണാലിറ്റി എന്താണ് അത് ഹിഡൻ ആയി മാറും. ആൻഡ് മറ്റാൾക്കാർ എന്ത് ആഗ്രഹിക്കുന്നു പ്രേക്ഷകരിൽ നിന്ന്, പ്രേക്ഷകർ അതായി മാറും. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രേക്ഷകർ ആരാണ്. സോ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്ന ഇൻഫർമേഷൻസ് മാത്രം എടുക്കുക. ആസ് വെൽ ആസ് പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആൻഡ് സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. മെസ്സേജ് ചെയ്യുക. മണി കാപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കാപ്പ് അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് എക്സാം സമയത്ത് ഓർമ്മ നിൽക്കാനും പഠിത്തത്തിൽ ഫോക്കസ് വർദ്ധിക്കാനും ആൻഡ് പഠിച്ചത് ഓർമ്മയിലിരുന്ന് അത് എഴുതാനും ആൻസർ ഷീറ്റ്സിൽ എഴുതാനും ഇതിനുള്ള റൂൺ സിമ്പിൾ, സ്വിച്ച് വേർഡ്സ്, മന്ത്രാസ് ആൻഡ് ഹീലിംഗ് നമ്പേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ കപ്പിൽ ഉള്ളത്. മണി കപ്പിൽ മണി എനർജി, മണി ഫ്രീക്വൻസി കൂട്ടുന്ന ഹീലിംഗ് നമ്പേഴ്സ്, സ്വിച്ച് വേർഡ്സ് ആൻഡ് റൂൺ സിമ്പിൾ ആണുള്ളത്. സോ വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് അവൈലബിൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡിവൈൻ എന്താണ് പ്രേക്ഷകരുടെ പേഴ്സണാലിറ്റി? ഓൾറൈറ്റ്, 6 of Wands, the World, Emperor, 4 of Wands, 8 of Pentacles, Knight of Swords. സോ പ്രേക്ഷകരുടെ പേഴ്സണാലിറ്റി, ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പേഴ്സണാലിറ്റി ചില പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉണ്ട്, ചില പ്രേക്ഷകർക്ക് ഇത് പ്രേക്ഷകരുടെ ആക്ച്വൽ പേഴ്സണാലിറ്റി ആയിരുന്നു ആൻഡ് ഇപ്പോൾ മാറിയിട്ടുണ്ടാകാം. ഡിപ്പെൻസ്, ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ്. സോ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ വളരെ ജോയ്ഫുൾ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ, ദാറ്റ് ഈസ് നിങ്ങൾ ആക്ച്വൽ പേഴ്സണാലിറ്റി പ്രേക്ഷകരുടെ വളരെ ജോയ്ഫുൾ എനർജിയാണ്. സന്തോഷിക്കുക, മറ്റാൾക്കാരുടെ സന്തോഷത്തിൽ ഏറെ സന്തോഷിക്കുക. ജലസി ഇല്ല. മറ്റാൾക്കാർ ജീവിതത്തിൽ ഉയർച്ചയിൽ വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നല്ലത് ആഗ്രഹിക്കുക. സോ വളരെ പോസിറ്റീവ്, വളരെ നന്മ നിറഞ്ഞ, വളരെ സക്സസ് ഡ്രിവൻ. എനിക്ക് നല്ലത് വരണം, എല്ലാവർക്കും നല്ലത് വരണം, ആ ഒരു ടൈപ്പ് എനർജിയാണ് ഇവിടെ കാണുന്നത്. എപ്പോഴും സക്സസ് ഓറിയൻറ്റഡ് ആണ്, സക്സസ് മൈൻഡാണ്. സോ ജോലി, ദാറ്റ് ഈസ് കരിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ, ബിസിനസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സക്സസ്ഫുൾ ആകണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. ഈവൻ ദോ ഇപ്പോൾ ചിലപ്പോൾ ജോലി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസസ് വരുന്നുണ്ടാകാം, എന്നാൽ പോലും നിങ്ങളുടെ മനസ്സിൽ വിജയം ഉറപ്പാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. വേൾഡ് കാർഡാണ്. നിങ്ങൾ എല്ലാവരോടും എല്ലാവരോടും സൗഹൃദം വെക്കാൻ താല്പര്യമുള്ള പ്രേക്ഷകരാണ്. ഇനി പ്രേക്ഷകരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, എഗെയിൻ അത് സാഹചര്യമാണ്. പക്ഷേ ആസ് എ പേഴ്സണാലിറ്റി, നിങ്ങൾ ആസ് എ സോൾ, നിങ്ങൾ വളരെയധികം എല്ലാവരോടും ഇടപെടാനും എല്ലാവരോടും ഒത്തൊരുമയോട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. വളരെ അതോറിറ്റേറ്റീവ് എനർജിയാണ്. ഒരു സാഹചര്യം വന്നാൽ അതിൽ നിന്ന് പിന്മാറാൻ പല പല ആൾക്കാരും ഉണ്ടാവും. ഒരു സാഹചര്യം വന്നാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറുന്നത്. നിങ്ങളുടെ എക്സാക്റ്റ് എനർജിയിൽ നിങ്ങൾക്ക് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എനർജി ആയിരിക്കാം നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നാൽ അത് തരണം ചെയ്യാൻ, ആ ഒരു കാര്യം ഏറ്റെടുക്കാൻ അതിനുള്ള കഴിവുള്ളവരാണ്. ആൻഡ് അത് വളരെ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ മാത്രമേ നിങ്ങൾ കാണിക്കാറുള്ളൂ.
ഓക്കെ, എല്ലാവരെയും നിങ്ങൾ നിങ്ങളുടെ ഈ അതോറിറ്റേറ്റീവ് പവർ കാണിക്കാറില്ല. ഓക്കെ, വളരെ എക്സ്ട്രീം സിറ്റുവേഷനിൽ മാത്രം. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, അതിനി വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, നാട്ടുകാരുടെ കാര്യങ്ങളായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്സിലും ഏറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന പ്രേക്ഷകരാണ് നിങ്ങൾ, മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, ഏതൊരു കാര്യത്തിനും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കുന്നതാണ്. ആൻഡ് നിങ്ങളുടെ എനർജിയിൽ എല്ലാം പെട്ടെന്ന് നടന്നാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു എനർജിയാണ്. ഓക്കെ, സോ വീട്ടിലായാലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്നവരായിരിക്കും. ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങൾക്കൊരു പ്രോജക്റ്റ് കിട്ടിയാൽ നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഓക്കെ, നിങ്ങൾ മടി കാണിക്കുന്ന കൂട്ടത്തിലല്ല. ഓക്കെ, ഒരാളിപ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഫോൺ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ റെഡിയാകുന്ന ടൈപ്പ് ആണ്. ഈവൻ ദോ മടി മുന്നോട്ട് നിൽക്കുന്നതാകാം, ബിക്കോസ് എന്നെ അങ്ങനെയാണ് കാണിക്കുന്നത്. മടിയുണ്ട് എന്നാൽ പോലും ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോകും. ഓക്കെ, ആ ഒരു പേഴ്സണാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ദൈവവിശ്വാസികളാണ്. ഓക്കെ, ഏതൊരു കാര്യവും ദൈവത്തെ മനസ്സിൽ വിചാരിച്ചാണ് പ്രേക്ഷകർ ചെയ്യുന്നത്. ദ ഫൂൾ കാർഡ്, ജസ്റ്റിസ്, Nine of Wands, Five of Pentacles, the Death. ഓക്കെ, സോ ദൈവവിശ്വാസികളാണ്. ഓക്കെ, ദൈവത്തെ ഏറെ വിശ്വസിക്കുന്നു. ഏത് കാര്യം ചെയ്യണമെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഫൂൾ കാർഡാണ്, റിസ്ക് എടുക്കുന്നവരാണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് സോൾസ് ആണ്. ഓക്കെ, ഇനി ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഏത് കാര്യവും ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റിസ് ആണ്. ദാറ്റ് മീൻസ് ആർക്കും നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്മയോടായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആർക്കെതിരെ പോകാതെയും നിങ്ങൾ നോക്കും. ദാറ്റ് ഈസ്, ഒരാൾക്ക് അന്യായം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ന്യായത്തിലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, സക്സസ്സിന് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യണോ അത്രയും നിങ്ങൾ ചെയ്തിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിരിക്കും. ഓക്കെ, താന്ന് കൊടുക്കില്ല. ബിക്കോസ് ആ എംപറർ കാർഡിൻ്റെ എനർജിയും കൂടി വരുന്നുണ്ട്. താന്ന് കൊടുക്കില്ല. ഓൾ റൈറ്റ്, ബട്ട് കൂടുതലും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഫാമിലി ഓറിയൻറ്റഡ് ആണ് നിങ്ങൾ. ഓക്കെ, സോ ഫാമിലിയിലാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ചും മുതിർന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, അച്ഛനമ്മമാർ, മുത്തശ്ശൻ, മുത്തശ്ശി, ഓക്കെ, വയ്യാതെ ഇരിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ വെക്കുന്നത്. ഓക്കെ, പണം ആൻഡ് കുടുംബം, ഇത് രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എപ്പോഴും നിങ്ങളുടെ കുടുംബം ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാരണത്താൽ ചില സമയത്ത് പ്രേക്ഷകർക്ക് ഏറെ ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കാതെ ചില കാര്യങ്ങൾ നടന്നു പോന്നു, നിങ്ങൾ ഒരിക്കലും ആലോചിക്കാതെ ചില കാര്യങ്ങൾ നടന്നു പോന്നു, നിങ്ങൾക്ക് വിഷമങ്ങളിലൂടെ പോകേണ്ടി വരുന്നു. ആൻഡ് ചില സമയങ്ങളിൽ നിങ്ങളത് ആലോചിക്കുന്നുമുണ്ട്, ദാറ്റ് ഞാൻ കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നന്നായേനെ. ഓക്കെ, ബിക്കോസ് ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ചില സമയത്ത് ചില ആൾക്കാർ പ്രേക്ഷകരെ ഗ്രാൻറ്റഡ് എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ്, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആളുണ്ടല്ലോ, ആളോട് ചെയ്യാം, ആ ആളോട് പറയാം. ഓക്കെ, ആൾ ചെയ്യും. സോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രേക്ഷകരുടെ സന്തോഷങ്ങൾ, പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾ അത് മാറിപ്പോകുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റാൾക്കാർ അവരുടെ പ്രിഫറൻസസ് നിങ്ങളുടെ മേളിലിടുന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവർ മുൻഗണന കൊടുക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷമങ്ങൾ ഏറെ ഉണ്ടാകുന്നുണ്ട്.
യുനോ നിങ്ങൾ ഏത് ടൈപ്പ് പേഴ്സണാലിറ്റി ആണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഏറെ ഫ്രണ്ട്സ് ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, ഒത്തിരി സപ്പോർട്ട് ഉണ്ടാകേണ്ടതാണ്. ബട്ട് എനിക്കതിവിടെ കാണുന്നില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എല്ലാവർക്കും ഓൾറെഡി അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയാം, അവർക്കൊരാവശ്യം വന്നാൽ ഈ ആളെ വേണം നമ്മൾ വിളിക്കാൻ. ഓക്കെ, ആളുണ്ടാകും. ഈവൻ തോ ആളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, ദാറ്റ് ഈസ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാം. പക്ഷെ ആ പ്രശ്നത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയോ ആരും കണക്കാക്കാറില്ല. ഓക്കെ, ചില പ്രേക്ഷകർക്കായിരിക്കാം. ഓക്കെ, എന്നാൽ ചില പ്രേക്ഷകർക്കേറെ ഫ്രണ്ട്സും കാണും. ഓൾ റൈറ്റ്. സോ എന്താണ് പ്രേക്ഷകർക്ക് റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക. ഞാൻ പിക്ക് ചെയ്യുന്ന എനർജിയിൽ പ്രേക്ഷകർക്കൊപ്പം നിൽക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് എപ്പോഴും വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ദ സൺ, ക്വീൻ ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ആസം. കുഞ്ഞുങ്ങളുടെ എനർജി നിങ്ങളിൽ ഓൾറെഡി ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് നല്ലപോലെ റിലേഷൻഷിപ്സ് ഉള്ളവരാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളായിക്കോട്ടെ മറ്റാൾക്കാരുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ നിങ്ങളെ കാണുമ്പോൾ വളരെയധികം അട്രാക്റ്റഡ് ആണ്. ഓക്കെ, അതിലൂടെ തന്നെ മനസ്സിലാകാം പ്രേക്ഷകരുടെ എനർജി എന്ത് നല്ല എനർജിയാണ്. വെരി ഹൈ ഫ്രീക്വൻസി എനർജിയാണ്. യുനോ ക്യൂട്ട്, ബബ്ലി ആൻഡ് ഹാപ്പി മൂഡുള്ള എനർജിയാണ് പ്രേക്ഷകർക്കുള്ളത്. നൗ ഇനി എത്ര ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ, എത്ര ആൾക്കാർ സപ്പോർട്ട് ഉണ്ടാകാതിരിക്കട്ടെ, പ്രേക്ഷകർക്ക് വിജയം തന്നെയാണ്. ഓക്കെ, പ്രേക്ഷകർ തന്നെ ഒന്ന് ബാക്കിലേക്ക് നോക്കൂ, ജീവിതത്തിലേക്ക് നോക്കൂ. എത്രയോ പ്രശ്നങ്ങളിൽ എത്രയോ സാഹചര്യങ്ങളിൽ ആരുമില്ലാത്തപ്പോൾ പോലും പ്രേക്ഷകർക്ക് എപ്പോഴും വിജയം വന്നിട്ടുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ഈ സ്ട്രഗിൾസ്, എന്തൊക്കെ സ്ട്രഗിൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഈ സ്ട്രഗിൾസ് പ്രേക്ഷകരെ ഒന്നും കൂടി യുനോ സ്വയം പര്യാപ്തിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ കയ്യിലുള്ള ഇൻ്റലിജൻസ്. ഓക്കെ, അത് ആർക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും ഇൻ്റലിജൻറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ. ഓക്കെ, ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, പ്രേക്ഷകർ മണി മാഗ്നറ്റ് ആണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, പ്രേക്ഷകരുടെ കുടുംബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിക്കോട്ടെ, പ്രേക്ഷകർ ചെല്ലുമ്പോൾ അവർക്ക് ഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം വരുന്നത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നതാണ്. സോ നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് നിങ്ങൾ മണി എനർജിയാണ്. ഓക്കെ, ആ മണി എനർജി സ്വയംലേക്ക് അട്രാക്റ്റ് ചെയ്യൂ, മറ്റാൾക്കാർക്ക് കൊടുക്കാതിരിക്കൂ. ഓക്കെ, ഫാമിലി എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെ, ബട്ട് നിങ്ങളുടെ ലൈഫാണ് മുന്നോട്ട് വരേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ഗോൾഡൻ എനർജിയാണ്. സോ ഗോൾഡൻ ലൈറ്റ് പ്രൊട്ടക്ഷൻ നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ ഓറയിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. യൂട്യൂബിൽ തന്നെ ഏറെ സബ്ലിമൽസ് അവൈലബിൾ ആണ്, ഗോൾഡൻ ഓറ പ്രൊട്ടക്ഷൻ എനർജി. ഓക്കെ, അത് കേൾക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് പ്രേക്ഷകരുടെ എനർജി. സച്ച് എ ബ്യൂട്ടിഫുൾ എനർജി. എത്രത്തോളം ഈ റീഡിംഗ് റെസനേറ്റ് ആയി എന്നത് കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 അത് കാണുക. അവിടെ പിക്ക് എ കാർഡ് റീഡിങ്സ് റീസെൻ്റ്ലി ഇട്ടിട്ടുണ്ട്. സോ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ചാനലും കൂടി ഫോളോ ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.